ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ എടുത്തിയാടി പോകരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്കിതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇന്നോ ഇന്നലെയോ വഴിവെക്കിൽ വെച്ച് പരിചയപ്പെട്ടവരല്ല. പണ്ട് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ഒരു പുരിക അനങ്ങിയാൽ അതിന്റെ അർത്ഥം പോലും നിനക്ക് മനസ്സിലാകുന്നു. ആ കഴിവ് നിനക്ക് നഷ്ടപ്പെട്ടോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പൊയ്ക്കോ, എവിടെ വേണേലും പൊയ്ക്കോ. ഞാനിനി സത്യം തുറന്നു പറയാം. ഈ പെണ്ണിനെ മാത്രമല്ല, വേറെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി, ഒറീസ, ബീഹാർ, അട്ടപ്പാടി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ഭാര്യമാരുണ്ട്. കുറെ എണ്ണത്തിന് ഞാൻ കെട്ടിക്കഴിഞ്ഞ് കഴുത്തിയരിച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആഭരണങ്ങൾ തട്ടിയെടുത്ത് അത് വിറ്റ് ബാങ്കിലിട്ടിട്ടുണ്ട്. നിന്നെ എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിന്റെ ആഭരണങ്ങൾ എനിക്ക് വേണം. രാധിക, എന്താ ഇത്? വീട്ടിലേക്ക് വരാനാ പറഞ്ഞത്. നന്ദി പറഞ്ഞതാ, നിങ്ങൾ കള്ളനാണെന്ന്. അത് സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ആണോ? എങ്കിൽ നീ പൊയ്ക്കോ. ഒരു ഉപകാരം ചെയ്താൽ മതി. പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി ഒരു വിവരം പറയണം. രാജേന്ദ്രൻ മരിച്ചുപോയെന്ന് പറഞ്ഞേക്കാം. അതേറ്റില്ല. പറയാറായിട്ടില്ല. അവളുടെ മനസ്സ് എനിക്കറിയാം. അവൾ തിരിച്ചു വരും. അവളെ വിളിക്കും. അയ്യോ ഇതെന്താ സംഭവം? ഇതാ വർമ്മയുടെ ആൾക്കാരാ. വേഗം വിട്, വേഗം വിട്. ഇടത്തോട്ട്, വലത്തോട്ട് വിട. നേരെ പോ. വലത്തോട്ട് വിട. വണ്ടി എളുപ്പം പോ. ദൈവമേ, എങ്ങോട്ട് പോയെന്നും കണ്ടില്ലല്ലോ. ഒരു മാരുതി വാനാണ് കേട്ടോ. അവളല്ലേ? ഇത് എങ്ങനെ കുട്ടി ഇവിടെ? ഞാനിപ്പോ എവിടെയാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ചില ബിസിനസ് ഒക്കെ ചെയ്യുന്നു. ആ, മനസ്സിലായി മനസ്സിലായി. കൂടുതൽ പറയണ്ട. പക്ഷെ ഞങ്ങളോട് വേണ്ടായിരുന്നു. കുട്ടിയെ പോലീസ് തരുന്നു. വർമ്മ പരക്കം പാഞ്ഞു. ഒരു പ്രശ്നമില്ല കേട്ടോ. എവിടെ പോലീസ് അറിഞ്ഞു? വർമ്മ എവിടെ പരക്കം പാഞ്ഞു? ആരായി വർമ്മ? വർമ്മ കൽപ്പന തിയേറ്റേഴ്സിൽ. നീ വന്നേ, നീ വന്നേ. നീ എന്ത് മണ്ടനാണോ? ഇവളെ ഇപ്പൊ കണ്ടുമുട്ടിയത് ഭാഗ്യാന്ന് കരുതിക്കോ. വർമ്മ ഉടനെ ഫോൺ വിളിച്ച് വിവരം പറയാം. ഇവളെ കൊടുത്ത് രാധികയെ വാങ്ങിക്കാം. ഹലോ, കൽപ്പന തിയേറ്റേഴ്സ്. അതെ, ഞാൻ രാജേന്ദ്രന്. രാജേന്ദ്രൻ, ബ്രിട്ടോളി രാജേന്ദ്രൻ. എല്ലാത്തിനും മാപ്പി ചോദിക്കുന്നു. ദേവി ഇതെന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ മകൾ ഇവിടെ ഒരു വീട്ടിലുണ്ട്. ഉടനെ വന്ന് കൊണ്ടുപോയിക്കോളൂ. എന്റെ ഭാര്യയെ കൊണ്ടുവരാൻ മറക്കില്ലല്ലോ. വീടോ? വീട് ആ കായലിന്റെ സൈഡിലുള്ള റോഡിൽ കൂടെ നേരെ വന്നാ മതി. ലെഫ്റ്റ് സൈഡിലുള്ള ഓടിട്ട 2 നില വീട്. ഉടനെ വരുമല്ലോ. സാറെന്റെ കാണപ്പെട്ട ദൈവമാണ്. വർമ്മ ആള് ചതിയനാണ്. ചിലപ്പോ നമ്മളെയും ചതിച്ചെന്നിരിക്കും. രാധിയെ കയ്യിലോട്ട് കിട്ടിയിട്ടേ ഇവളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാവൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇവിടെ നിൽക്കേണ്ട, അകത്ത് കയറിയിരിക്കാം. ജനലിൽ കൂടി ആവാം സംസാരം. അതാണ് സേഫ്റ്റി. ഇവിടെ എവിടെ പോയി? വരണം. രണ്ടാക്കും സുഖം തന്നെയല്ലേ? എന്റെ ഈ അവസ്ഥ കണ്ടല്ലോ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? സാറെങ്ങനെ ഇവിടെ? ഇവന്റെ ഭാര്യയെ കാണാനില്ല. ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പം ഭാര്യയെ പോലെ ഒരു സ്ത്രീ വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ട്. അകത്തൊന്ന് നോക്കിയപ്പോ കാണാനില്ല. ഇതെന്ത് പറ്റി സർ? ഒന്നും അറിയാത്ത പോലെ. എടോ, ആ നാടകക്കാർ എന്നെ എന്റെ ആൾക്കാരെയും തലങ്ങും വിലങ്ങും ഇട്ട് പെരുമാറി. ആണോ? ആ വർമ്മ തെണ്ടിയാണെന്ന് ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ. കൂട്ടത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പുക്കുട്ടനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഫാദർ മരിക്കുമ്പോ
കണ്ടോത്തുപടി റോഡിൽ ഒരു 2 നില കെട്ടിടം. എനിക്കാകെ കിട്ടിയ സ്വത്ത് അതാ ഇത്. ബാക്കി മുഴുക്കെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാ. എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് മോശക്കാരനല്ല എന്നർത്ഥം. ആ എന്നെ എന്റെ ശമ്പളക്കാരായ നിങ്ങള് ഒരുപാട് വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്നാ കേട്ടോ, പമ്പര വിഡ്ഢികൾ നിങ്ങളാ. സജിത, പ്ലീസ് കം. ഇത് തന്നെയല്ലേ രാജേന്ദ്രന്റെ ഭാര്യ? എനിക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, സമ്മതിച്ചു. എന്നാലും വലിയ തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ല. തന്റെ ഭാര്യയെ കുറിച്ചുള്ള ഇയാളുടെ വർണ്ണനകൾ കേട്ട് ഒന്ന് ഇളകിപ്പോയി. അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലം, ഉള്ളിലുള്ള മദ്യത്തിന്റെ സപ്പോർട്ട് വേറെ. വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയി. ഞാനൊരു വൃത്തികെട്ടാനായി. എന്നെ ഉപദ്രവിക്കരുത്. മുൻപ് കണ്ടിട്ടില്ലെങ്കിലും കുട്ടിയുടെ രൂപം എന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ പറഞ്ഞപ്പോ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാളുടെ വർണ്ണനകൾക്കപ്പുറത്താണ് നീ. ഒന്നും എനിക്ക് വേണ്ട. എന്റെ മാറി തലയയച്ച് എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക്, അത് മാത്രം മതി. എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. ഇഷ്ടമാണെന്ന് പറയൂ, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. എന്റെ ഓഫീസിലെ പിയൂണായ നിന്റെ ഭർത്താവിനെ പിടിച്ച് മാനേജരാക്കി വെറുതെ അല്ല. റിസപ്ഷൻ ഇത്രയും പൈസ മുടക്കി ഞാൻ മണ്ടറായിട്ടുമല്ല. നീ എന്നെ പിടിച്ച് തള്ളുവല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. എനിക്കൊന്നും അറിയില്ല. ഗതികേടുകൊണ്ട് ഞാനിവിടെ വന്ന് പെട്ടതാണ്. അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണല്ലേ നിങ്ങൾ രണ്ടെണ്ണത്തിനെ കളി പിടിപ്പിച്ചിട്ടുണ്ട കാര്യമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് രാത്രി സജിതയെ കടത്തിക്കൊണ്ട് പോകുന്നത് എന്റെ ഏർപ്പാടില്ല. ഇവളെ കാണാനില്ല, നിങ്ങളെ സംശയമുണ്ട് എന്നൊക്കെ പോലീസ് പറയിപ്പിച്ചതും ഞാനാ. റിസപ്ഷന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുന്ന വെച്ചപ്പോ പേടിച്ചു പോയി അല്ലേ? സത്യത്തിൽ ഞാനിതൊക്കെ കണ്ട് രസിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ നിങ്ങൾ എനിക്ക് തല്ലു വാങ്ങി തന്നോടെ രസമൊക്കെ അങ്ങ് തീർന്നു. എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി? പക്ഷെ എത്തിയത് നന്നായി. 2 എണ്ണം നിങ്ങൾക്ക് തന്നില്ലല്ലേ എനിക്ക് സുഖം ഫീൽ ചെയ്യല. പീതാംബര കൊടുക്ക്. ഈ കയ്യും വെച്ചോണ്ടോ? മാത്യു, പവിത്ര, അയ്യോ സാറേ, ഇന്നലെ നമ്മളെ തല്ലിയവരാ. എന്റെ ഈശ്വര, അവന്മാർക്ക് തല്ലി മതിയായില്ലേ? രാധിയെ കൊണ്ടുവന്നാ എടാ പോയി വാതിൽ അടയ്ക്ക്. അവന്മാരെ അകത്ത് വിടരുത്. അയ്യോ. എന്റെ ഭാര്യ എവിടെ? ഏത് ഭാര്യ എന്ത് ഭാര്യ? രാധിയെ കിട്ടാതെ ഒരു കളിയും നടക്കില്ല. സോറി. അയ്യോ. പറ്റിയോ? ഞാൻ അമ്മ ഇടിച്ചു ഒതുക്കിട്ട് വരാം. അയ്യോ, ഒളിഞ്ഞ കൈക്ക് അടിക്കല്ലേ? അയ്യോ, 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 അയ്യോ.
അരങ്ങി പിടിക്കേ. അനിയത് കുറച്ചു നേരം പിടിച്ച അനിയ. അയ്യോ നമ്മളില്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് വന്ന് പിടിക്കേ. പൊന്നു സാറേ ഇതൊന്ന് പിടിച്ചേ. അയ്യോ എന്റെ കൈ വേനായിട്ട് ഒന്ന് വേഗം പിടിക്കാൻ സാറേ. എന്റെ ഭാര്യ എവിടെന്നാ ചോദിച്ചു? മതി രാജേന്ദ്ര. ഇനി ഈ കലാകാരന്റെ ശരീരം ഇടി താങ്ങുകയല്ല. വർമ്മ സാറേ ഇനി സജിതയെ വിട്ടേക്ക്. ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്റെ അമ്മയുടെ സമ്മതം കിട്ടുന്നവരെ ഇവിടെ താമസിപ്പിച്ചതാ. പീതാംബര ഇനി സാറിന് വാൻ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇയാളെ നാടക ക്യാമ്പ് വരെ കൊണ്ടാക്കിട്ടു. ആരും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. അങ്ങനെ പോയാലോ? രാധിയെ കൊണ്ടുവരാൻ താൻ വാക്ക് പറഞ്ഞല്ലേ? രാധിയെ വിടറോ? രാജേന്ദ്ര വിട്ടേക്കടോ. തന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല വിട്ടേക്ക്. വർമ്മ സാറേ ക്ലിയോപാട്ര കലക്കണം കേട്ടോ. തന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വന്നത് എന്റെ ആൾക്കാരാ. ഇന്നലത്തെ തല്ലോടുകൂടി വിവിധ രീതിയിൽ തന്നെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ അവളെ പിടിച്ചോണ്ട് വന്നതാ. പക്ഷേ സജിതയെ വർമ്മയിൽ നിന്ന് ഇപ്പൊ രക്ഷിച്ചത് നിങ്ങളാ. അതോടെ പകുതി ദേഷ്യം മാറി. എന്നിട്ട് രാധിക എവിടെ സാർ? രാധികെ ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ക്ഷമിക്കൂ, സ്ത്രീ പീഡനമായിരുന്നില്ല എന്റെ ഉദ്ദേശം. എന്റെ ദേഹത്തോടെ തന്റെ ആൾക്കാർക്ക് എന്താ അവകാശം? രാജേട്ടൻ പറ്റിച്ചതിന് ഞാൻ എന്ത് വിളിച്ചു? ഉപദ്രവിച്ചോ? വേറെ വല്ല? ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഓ ക്ഷമിക്കൂ സഹോദരി. ഞാൻ തന്റെ സഹോദരിയല്ല. രാധികെ ഞങ്ങളുടെ MD ആണ്. എന്തിനായിരുന്നു രാജേട്ട ഇതൊക്കെ? നിന്നെ കിട്ടാൻ വേണ്ടി പല അതിക്രമങ്ങളും ഞാൻ കാണിച്ചു. എന്നാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തെ പറ്റി നീ സംശയിച്ചല്ലോ രാധികെ. എന്ന് വെച്ച സംശയം തോന്നുന്ന കാര്യങ്ങളല്ലേ രാജേട്ടൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഇവന്റെ കുഴപ്പം മാത്രമായിരുന്നില്ല പെങ്ങളെ. ഞാൻ പ്രയോഗിച്ച ബുദ്ധി പലപ്പോഴും പാളിപ്പോയതാ. ഉം. കേട്ടോ രാജേന്ദ്ര, ഇത്രയൊക്കെ ചെയ്തതിന് എന്തായാലും മിസ്റ്റർ രാജേന്ദ്രന് ഞാൻ ഒരു പ്രൊമോഷൻ കൂടെ തരുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാർ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ട്, പരിഗണനയിലുണ്ട്. ഇവിടെ ഒരു പരിപാടാനല്ലേ? ഇവിടെ ഉഴുന്നുവട, ഇവിടെ ചായ, ഇവിടെ ഒന്നും വേണ്ടല്ലോ. ഇവിടെ ബ്രൂ കോഫി. ബ്രിട്ടോലി മാനേജർ ആണെങ്കിലും പ്യൂൺ ആണെങ്കിലും ഞാൻ ബ്രിട്ടോളി കമ്പനിയുടെ ഒരു സ്റ്റാഫാണ്. ബ്രിട്ടോളി എന്ന് വിളിക്കുന്നത് കൊണ്ട് അഭിമാനമേ ഉള്ളൂ. ബ്രിട്ടോളി നിന്റെ അച്ഛൻ